ഇപ്പോൾ കോക്ക് ഒരിക്കലും കാശ് മേടിച്ച് റിവ്യൂ ചെയ്യില്ല എന്ന് എല്ലാവർക്കും അറിയാം. ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ പറയുന്ന കാര്യമാണ്. ശത്രുക്കളാണെന്നുണ്ടെങ്കിൽ അയാൾ പൈസ മേടിച്ച് റിവ്യൂ ചെയ്യില്ല എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ കോക്കിന്റെ അടുത്ത് അശ്വന്റെ അടുത്ത് വന്നിട്ട് ഒരു സുഹൃത്ത് വലയത്തിലുള്ള ഒരാൾ പറയണ, നീ ആ സിനിമ കണ്ട് നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നീ റിവ്യൂ ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അശ്വന്ത് റിവ്യൂ ചെയ്യാതിരിക്കുന്ന വളരെ വിശ്വസനീയമായ കണ്ടിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതും ഒരു തരത്തിൽ പറഞ്ഞ കൈക്കൂലിയല്ലേ? അല്ല, അതെന്താ വെച്ചാൽ ഒന്നാമതായിട്ട് എനിക്ക് അങ്ങനെ സുഹൃത്ത് വരെ ഇല്ല, ഞാനത് കീപ്പ് ചെയ്യാറില്ല. എസ്പെഷ്യലി സിനിമാക്കാരായിട്ട് പക്ഷെ ഇങ്ങനെ നടന്നിട്ടില്ലേ? അല്ല, ഞാൻ പറയട്ടെ. അപ്പം ഇങ്ങനെ സുഹൃത്ത് വലം കീപ്പ് ചെയ്യാത്തതുകൊണ്ട് തന്നെ അങ്ങനെ ഞാൻ അപ്രോച്ചബിൾ അല്ല, ഞാൻ അവൈലബിൾ അല്ല, ഞാൻ ഫോൺ എടുക്കാറില്ല, മെസ്സേജിന് റിപ്ലൈ കൊടുക്കാറില്ല. കാരണം എനിക്കറിയാം ഒരാൾ വിളിക്കുമ്പോൾ എന്ത് ഉദ്ദേശം എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ പറഞ്ഞത് ഒഴിവാക്കി കൊടുക്കുന്നതാണുള്ളത്. അപ്പോൾ ചില ആളുകൾ പിന്നെ എന്താ പറയുക, ഭയങ്കരമായിട്ട് ഇപ്പം ആത്മഹത്യ ഭീഷണിയൊക്കെ, എനിക്കിനി പിന്നെ എന്താണ് ഈ സിനിമ ഇതായി കഴിഞ്ഞാൽ പിന്നെ ജീവിച്ചിരിക്കില്ല എന്ന് ഒരാൾ പറയുന്ന സമയത്ത് അത് ചിലപ്പോൾ ഫേക്ക് ആയിരിക്കാം, റിയലായി പറയുന്നതായിരിക്കാം. പക്ഷേ എന്നാൽ വലിയ സിനിമയാണെങ്കിൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ നെഗ്ലിജിബിൾ ആയിട്ടുള്ള ചില സിനിമകൾ കാണുമായിരിക്കും. അതായത് എനിക്ക് തന്നെ കാണാൻ താല്പര്യമില്ല, ഇനി ഇട്ടാൽ തന്നെ എനിക്ക് റീച്ച് ഇല്ലാത്ത, അല്ലെങ്കിൽ ആളുകൾ പോലും ഇറങ്ങിയതും പോയതും അറിയാത്ത സിനിമകളുണ്ടോ ചില അപൂർവം ചില സിനിമകൾ വളരെ ചെറിയ. അതായത് ഞാൻ സിനിമയെ പൊതുവെ ഒരു 4 തട്ടായിട്ടാണ് കാണുന്നത്. ഏതൊക്കെയാണ് അത് ഇതിന് കഴിഞ്ഞ ശേഷം പറയാം. അപ്പോൾ നിങ്ങൾ ഡിവേറ്റ് കൊണ്ട് വെച്ചിട്ടില്ല, മനസ്സിലായി. അപ്പോൾ അങ്ങനെ ഞാൻ 1-2 സിനിമകൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അത് ഞാനൊരു ഹ്യൂമാനിറ്റേറിയൻ കൺസിഡറേഷൻ വെച്ചിട്ടാണ്.